ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. ഇന്നത്തെ വെറും വിശേഷമൊന്നുമല്ല, നല്ല കിട്ടില്ല വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഞ്ചനയുടെ കള്ളത്തരം എല്ലാം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ജീവനെയും അമലിനെയാണ്. അപ്പോൾ ജീവൻ കഥകൾ പറയുകയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ സൊസൈറ്റി പാലുമായിട്ട് പോകുമ്പോൾ എനിക്ക് അവളുടെ കോള് വന്നു എന്ന് പറഞ്ഞു. കാഞ്ചന, നീ എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു. നിനക്ക് ഫോണൊക്കെ തന്നോ എന്ന് ചോദിച്ചു. നീ വിഷമിക്കേണ്ട കാഞ്ചന, ആർക്കും നമ്മളെ അകറ്റാൻ കഴിയില്ല, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്കൊന്നിക്കാൻ കഴിയും, പക്ഷേ അത് ജീവിതത്തിലല്ല ജീവേട്ട എന്ന് പറഞ്ഞു. കാഞ്ചന, അതിൽ മാത്രമേ നമുക്ക് ഒന്നിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. കാഞ്ചനെ, നീ എന്താ ഈ പറയുന്നത്? എന്താ ഇങ്ങനെ സംസാരിക്കണത്? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണില്ല, സംസാരിക്കില്ല, ഇനി ഒരിക്കലും ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഞാൻ എന്നെക്കൊണ്ട് സത്യം ചെയ്തു വാങ്ങിച്ചു മുത്തശ്ശനും അച്ഛനും. ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫോൺ തന്നതും പിന്നെ എന്നെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തിറക്കിയതും. നീ വേഗം എൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം കാഞ്ചന. നീ എന്താ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? എൻ്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാലോ, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തളർന്നു കിടക്കുന്നിടത്തോളം കാലം ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും അച്ഛന് കഴിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അതിന് കഴിയില്ല കാഞ്ചന എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിയാൻ കാഞ്ചന. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല ജീവേട്ട, അതിന് നമ്മളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ എന്നെ കൊന്നു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും ജീവേട്ട? നമുക്കിനി ഈ ജന്മം ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല ജീവേട്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജീവൻ ആദ്യം ഒരു ഷോക്കായിപ്പോയി. കാഞ്ചന, ഈ ജന്മം നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഞാനീ പറയണത്. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അവസാനിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ജീവേട്ടനും എൻ്റെ ഒപ്പം വരില്ലേ എന്ന് ചോദിച്ചു. മരണത്തിലെങ്കിലും നമുക്ക് ഒന്നിച്ചു പോകാം ജീവേട്ട. എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. വരാം, തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു ജീവൻ. നീ ഇല്ലാത്ത ഒരു ലോകത്ത് പിന്നെ ഞാൻ എന്തിനു ജീവിക്കാനാ? നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം കാഞ്ചന, ഒരുമിച്ച് തന്നെ. അപ്പം പിന്നെ കാണുന്നത് ജീവനെയും അമലിനെയാണ്. അപ്പം നിങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇത് രണ്ടുപേരും ജീവനോടെ ഉണ്ട്. നീ ഇവിടെ ജയിലിലും, കാഞ്ചനയുടെ വീട്ടിലും. പറ, എവിടെയാ ആ ട്വിസ്റ്റ് നടന്നത്? എല്ലാം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. ബാക്കി കഥ സാറുമാർ രാത്രി പറഞ്ഞാൽ മതി, ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് രണ്ടിനെയും രണ്ട് വഴിക്ക് പറഞ്ഞു വിട്ടു. എന്താ അമ്മമാർക്ക് രണ്ടുപേർക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? ഇനി രണ്ടുപേരും ജയിലിൽ ചാടാനുള്ള വല്ല പ്ലാനിങ്ങും ആയിരിക്കുമോ? ജീവൻ അടുത്ത് തന്നെ പുറത്തിറങ്ങും, അതുകൊണ്ട് അതിനെന്താണെങ്കിലും തൊനിയില്ല. എന്നാലും എന്തായിരിക്കും അവർക്ക് ഇത്രയും സംസാരിക്കാൻ? എന്തെങ്കിലും ആവട്ടെ, താൻ വാ എന്ന് പറഞ്ഞ് ഈ പോലീസുകാർ രണ്ടുപേരും അങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ് കേട്ടോ. അപ്പം മീനു ഇങ്ങനെ കാഞ്ചനയുടെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ദേവ് വന്ന റൂമിലേക്ക്. എന്താടോ താൻ എന്താ ആലോചിക്കുന്നത്? കാഞ്ചന ചേച്ചി കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു, പക്ഷേ നമ്മൾ അവരുടെ ശത്രുക്കളായി. അല്ലെങ്കിലും നീ അവരുടെ ശത്രു തന്നെയല്ലേ മീനു? അതും ശരിയാ, ഇപ്പോൾ കുറച്ച് കൂടിയെന്ന് മാത്രം എന്ന് പറഞ്ഞു. എന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലേ അവരുടെ ജീവിതത്തിൽ? പിന്നല്ലാതെ. ആരുമായിട്ടായിരുന്നു ചേച്ചിയുടെ പ്രണയം? ജീവൻ എന്നായിരുന്നു ആ പുള്ളിയുടെ പേര്. അക്കാലത്ത് ഇവിടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയായിരുന്നു പാലുമായിട്ട് സൊസൈറ്റി പോയിരുന്നത്. സൊസൈറ്റിയിൽ പാലുമായിട്ട് വരുന്ന ജീവനുമായിട്ട് ചേച്ചി പരിചയത്തിലായി. പിന്നീടത് പ്രണയമായിട്ട് മാറി. അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ എതിർത്തു. പിന്നെ ചേച്ചിയെ വീട്ടിൽ പൂട്ടിയിടുകയും ചെയ്തു. ഒടുക്കം ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ ഒന്നിച്ച് മരിക്കാൻ തീരുമാനിച്ചു. ദൈവമേ എന്ന് ചോദിച്ചു. ഒന്നിച്ച് മരിക്കാൻ തീരുമാനമെടുത്തത് ചേച്ചി തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ജീവൻ അതിന് സമ്മതം മൂലം ചെയ്തു. എന്നിട്ട് അവർ മരിച്ചോ എന്ന് ചോദിച്ചു മീനു. അപ്പോൾ അർജുൻ നോക്കിയിരുന്നിട്ട്, എൻ്റെ പൊനോ, ഒരൊറ്റ വീക്ക് നിനക്ക് ഞാൻ വെച്ചു തരും കേട്ടോ. മരിച്ചാൽ പിന്നെ ഇവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ? അയ്യോ, ഞാനത് ഓർത്തില്ല, സോറി. ജീവന് കിടപ്പ് രോഗിയായിട്ടൊരു ഒരച്ഛനുണ്ടായിരുന്നു. ജീവൻ മരിച്ചാൽ പിന്നെ അയാളുടെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന സ്ഥിതിയായിരുന്നു ആ ജീവന്.
എങ്കിലും ചേച്ചിയോടുള്ള സ്നേഹം കാരണം അയാൾ എന്താണെങ്കിലും മരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ചേച്ചി കയ്യിൽ ഒരു കുപ്പി വിഷമായിട്ട് ജീവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് കാഞ്ചന അവിടെ നിൽക്കുകയാണ്. ജീവേട്ടാ എന്ന് വിളിച്ചു. അപ്പോൾ ജീവന് ആകെ തകർന്നിരിക്കുന്ന പോലെ ആയി കേട്ടോ അവസ്ഥ. ഇനി എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ കാഞ്ചനയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ കാഞ്ചന ഇങ്ങനെ നിൽക്കുകയാണ്. ജീവേട്ടാ, നമുക്കിനി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല ജീവേട്ടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ. അതെ, നീ വിഷമിക്കാതെ. ജീവേട്ടന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ പേടിക്കുന്നേ? നമ്മൾ ഒന്നിച്ചല്ലേ. എനിക്ക് സന്തോഷമുള്ളൂ കാഞ്ചന. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ ഓടി വന്നതാ. പക്ഷെ ഒരിക്കലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിലൊരു കുപ്പി ഇതും ഉണ്ടായിരുന്നു. ദാ ഇത് പിടിച്ചോ, ഇത് മതി നമ്മളുടെ രണ്ടുപേരുടെയും ജീവൻ എടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ മേടിച്ചു കേട്ടോ ജീവൻ. എന്നിട്ട് നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജീവൻ അതുമായിട്ട് പോയി. എന്നിട്ട് ചോറെടുത്ത് കുറച്ച് കുഴച്ച് എന്നിട്ട് നേരെ അവിടേക്ക് വന്നു കേട്ടോ, കാഞ്ചനയുടെ അടുത്തേക്ക്. എന്നിട്ട് രണ്ടുപേരും കരയാണ്, ഭയങ്കരമായിട്ട് കരയാട്ടോ. സത്യം പറയാലോ, ഇതിൽ ഞാൻ കൊണ്ടുവന്ന സാധനം ചേർത്തോ? ചേർത്തു എന്ന് പറഞ്ഞു. എങ്കിൽ കഴിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്കെന്താണെങ്കിലും ഒന്നിച്ച് തന്നെ കഴിക്കാം. അവസാനത്തെ ആഹാരമല്ലേ. അതുകൊണ്ട് ഞാൻ ചേട്ടന് തരാം, ചേട്ടൻ എനിക്കും. അത് മതി. ശരി, ആയിക്കോട്ടെ, ഒക്കെ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ജീവൻ സമ്മതിച്ചു. അങ്ങനെ കാഞ്ചന ജീവന് വാരി കൊടുക്കുകയാണ്. അപ്പം ജീവൻ 2-3 വാങ്ങിയിട്ടോ. ജീവൻ ആ കയ്യിൽ ഉരുട്ടിയിട്ട് കാഞ്ചനയുടെ വായിലേക്ക് നീട്ടുകയാണ്. ദാ കഴിക്ക് കാഞ്ചന എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന ഒന്ന് പുറകോട്ട് വലിഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേനും ജീവൻ ആകെ പേടിയായിട്ടോ. കഴിക്ക് കാഞ്ചന, നീ എന്താ കഴിക്കാത്ത എന്ന് ചോദിച്ചു. വാ തുറക്ക് ജീവേട്ടാ, എനിക്ക് പേടിയാവുന്നു ജീവേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചില്ലേ, നീയും കഴിക്ക് എന്ന് പറഞ്ഞു. ജീവേട്ടാ, എനിക്ക് പേടിയാ, എനിക്ക് മരിക്കാൻ പേടിയാ ജീവേട്ടാ, എനിക്ക് നീ കഴിക്ക് കാഞ്ചന എന്ന് പറഞ്ഞു. അതെ, ഒന്നിച്ച് പോണ്ടേ നമുക്ക്. പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവേട്ടാ. പക്ഷെ ഞാൻ കഴിച്ചില്ലേ, നീ കഴിക്ക് എന്ന് പറഞ്ഞു. കാഞ്ചന അപ്പോഴേക്കും ഇറങ്ങി ഒരൊറ്റ പോക്കങ്ങ് പോയിട്ടോ, ഇറങ്ങി ഓടുകയാണ്. ഇവൻ പുറകെ ഓടി ചെല്ലുകയാണ്. പക്ഷേ ഈ സമയത്തേക്കിന് ഇവൻ കഴിച്ചിരുന്നു. ഇവൻ കഴിച്ച് ഇവനിത് കാഞ്ചന നീ എന്നെ ചതിക്കായിരുന്നു അല്ലേടി എന്ന് പറഞ്ഞ് ഇവൻ ബോധം കെട്ട് അങ്ങ് വീണു കേട്ടോ. കുറേ നാൾ അങ്ങനെ ജീവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഒടുവിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഭാഗ്യവാൻ, മീനുവിന് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് കഥയൊക്കെ കേട്ടിട്ട്. എന്നിട്ടോ, അല്ല, ഒന്നിച്ച് മരിക്കാൻ നിർബന്ധിച്ചത് ചേച്ചി തന്നെയായിരുന്നില്ലേ? പിന്നെന്താ അയാൾക്ക് മാത്രം വിഷമടങ്ങിയ ഭക്ഷണം കൊടുത്ത ശേഷം ചേച്ചി ഓടിയത്? പേടിച്ചിട്ടാണെന്നാണ് കാഞ്ചൻ ചേച്ചി പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് മരിക്കാൻ പെട്ടെന്നൊരു പേടി തോന്നി, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു അത്രേ. ജീവൻ പറയുന്നത് അവനെ കൊള്ളാൻ വേണ്ടിയിട്ട് ചേച്ചി ചെയ്തൊരു പ്ലാൻ ചെയ്ത നാടകമായിരുന്നു എന്നാണ്. അച്ഛനും അമ്മയും മുത്തച്ഛനും ജീവനെക്കുറിച്ച് പല മോശം കഥകളും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേച്ചി വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജീവൻ തൻ്റെ ജീവിതത്തിലൊരു ബാധ്യതയാകും എന്ന് മനസ്സിലാക്കിയ ചേച്ചി ജീവനെ തന്ത്രപൂർവ്വം കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്നാണ് ജീവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, ഈ ജീവൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ജയിലിൽ. ജയിലിലോ? അയാൾ എന്ത് കുറ്റം ചെയ്തിട്ടാ അയാൾ ജയിലിലെത്തിയത്? ആത്മഹത്യാ ശ്രമമാണോ? അല്ല. പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരും എന്താ പറയുക, മരിക്കാൻ തീരുമാനിച്ച സമയത്ത് ജീവൻ മറ്റൊരു പാതകം ചെയ്തിരുന്നു. ഒരു പാതകം എന്ന് തന്നെ പറയാം. അപ്പം ജീവൻ എന്താണെങ്കിലും ഭക്ഷണത്തിൽ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയിരുന്നല്ലോ. ആ സമയത്ത് ജീവൻ മറ്റൊരു കാര്യം ചെയ്തു. അവൻ്റെ തളർരോഗിയായ അച്ഛൻ്റെ അടുത്തേക്ക് അവൻ ചോറിനകത്ത് അതുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട്, അച്ഛാ, ഞാനും കാഞ്ചനയും പോവാ, പക്ഷേ എൻ്റെ അച്ഛനെയും ഞാൻ കൂടെ കൂട്ടാം ഞങ്ങൾ പോകുന്നിടത്തേക്ക്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ നോക്കാതെ, ആരും നോക്കാതെ വെള്ളം കിട്ടാതെ മരിക്കും, അത് വേണ്ട എന്ന് പറഞ്ഞ് ജീവൻ അടുത്ത് പോയിരുന്ന് അച്ഛനാണ് കേട്ടോ ആദ്യം ഭക്ഷണം കൊടുത്തത്. അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ വാങ്ങി കഴിച്ചു. അതിനുശേഷം അച്ഛനിങ്ങനെ മരിക്കുകയും ചെയ്തു. അച്ഛൻ എന്നോട് ക്ഷമിക്കച്ച എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അങ്ങ് പോയി കേട്ടോ. ഇത് കണ്ടപ്പോൾ ജീവനെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു വിധി, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? പക്ഷേ അച്ഛൻ അവർ മരിക്കുകയാണല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ട് എന്നോർത്താണ് അവനത് ചെയ്തത്. അതിനുശേഷം ജീവനും ഭക്ഷണം നൽകി ചേച്ചിയും ഓടി രക്ഷപ്പെട്ടു. ജീവനും ചേച്ചിയും മരിച്ചില്ല, പക്ഷേ ജീവൻ്റെ അച്ഛൻ മരിച്ചിരുന്നു എന്ന് പറഞ്ഞു.
എൻ്റെ പൊന്നോ, അതിനുശേഷം അവന് ആ കുറ്റത്തിനാണ് അകത്തു പോയത്. ഒരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ അവൻ കാഞ്ചന ചേച്ചിയെ കൊന്നേനെ. ജീവൻ്റെയും കാഞ്ചന ചേച്ചിയുടെയും വിവാഹം നടത്തി കൊടുക്കണമായിരുന്നു. അവർ അത്രയും സ്നേഹിച്ചതല്ലേ. അവൻ അത്ര നല്ലവനൊന്നുമല്ല. പക്ഷെ പല കാരണങ്ങൾ മറ്റതും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജീവൻ പ്രശ്നം ഉണ്ടാക്കുമോ? അവൻ ഇനി എന്ന് പുറത്തിറങ്ങാനാ? കുറേ വർഷം കൂടി ശിക്ഷ അനുഭവിക്കാനുണ്ട്. അതുമാത്രമല്ല, പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ പഴയ ജീവനൊന്നും ആയിരിക്കില്ലല്ലോ. അവനും മനംമാറ്റം ഉണ്ടാവില്ലേ? അവൻ പ്രതികാരത്തിലൊന്നും വരില്ല, അങ്ങനെ വിശ്വസിക്കാം. അപ്പം ജീവനും ദേണ്ട അമലിനോട് കഥയൊക്കെ പറഞ്ഞു. എന്നെ അവൾ ചതിച്ചു. ഇനി എന്നെ കൊല്ലാനായിരുന്നു അവളുടെ പ്ലാൻ. അവനതിന് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ എൻ്റെ അച്ഛൻ, ഒന്നും അറിയാത്തതിൻ്റെ പാവം അച്ഛനെ ഞാൻ കൊന്നു. എൻ്റെ അച്ഛനോടുള്ള സ്നേഹം കാരണം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത്. പക്ഷേങ്കിൽ ഒന്നും നടന്നില്ല. ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടമായിട്ടോ ജീവൻ ഭയങ്കര സെൻറ്റിമെൻ്റലായി. എടാ, നീ അടുത്ത് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ. അവളെ മാത്രമല്ല കേട്ടോ, ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കണം നീ. മനസ്സിലായോ? അവൾ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. അവളെ എന്തെങ്കിലും സൂത്രത്തിൽ ഞാൻ വിവാഹത്തിലും കഴിക്കും. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവളെ ഞാൻ നരയിപ്പിക്കും. ഒരു ഭാര്യയും അനുഭവിക്കാത്ത അത്രയും കഷ്ടപ്പാട്. അവളെ ഇല്ലാതാക്കാനായി ഞാൻ എന്തും ചെയ്യും, എന്തും. എന്തായാലും ഞാൻ പുറത്തിറങ്ങുന്നതോടെ അവളുടെ കഷ്ടകാലം തുടങ്ങാം. പുറത്തിറങ്ങിയ ഞാനുണ്ടാവും നിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, അമലും ജീവനും. അപ്പോൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി. അപ്പോൾ അവനും വാശിയാണല്ലോ ഇവരോട്. പിന്നെ നമ്മൾ കാണുന്ന അർജുനെയും മീനുവിനെയാണ്. അപ്പോൾ രണ്ടുപേരും ദേണ്ട ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കിടന്നു, ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ അർജുൻ്റെ നെഞ്ചോട് ചേർന്ന് മീനു കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.